മരുഭൂമിയുടെ വന്യതയ്ക്കപ്പുറം പച്ചപ്പിന്റെയും മഞ്ഞിന്റെയും മാന്ത്രിക ലോകം തീർക്കുന്ന ഒമാനിലെ സലാല പ്രവാസികൾക്കും അന്താരാഷ്ട്ര സഞ്ചാരികൾക്കും എക്കാലത്തും പ്രിയപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന പ്രശസ്തമായ ഖരീഫ് സീസൺ ആസ്വദിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ധോഫാർ ഗവർണറേറ്റിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒഴുക്കുള്ള വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും മനോഹരമായ കടൽ തീരങ്ങളും കാണാനെത്തുന്ന ഈ സഞ്ചാരികളുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുക എന്നത് ഒമാൻ സർക്കാരിന്റെ ഏറ്റവും വലിയ മുൻഗണനകളിൽ ഒന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഖരീഫ് ധോഫാർ സീസണിനോടനുബന്ധിച്ച് സഞ്ചാരികൾക്ക് സുരക്ഷിതവും സുഗമവുമായ യാത്രാ അനുഭവം ഒരുക്കുന്നതിനായി ഒമാനിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി പ്രത്യേക ദൗത്യസേനയെ രംഗത്തിറക്കിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുമായി അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് ഒമാൻ ഭരണകൂടം ഈ വർഷം ശക്തമായ സുരക്ഷാ വലയം തീർത്തിരിക്കുന്നത്. ഖരീഫ് സീസണിലെ അടിയന്തര ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് മസ്കറ്റിലെ സിവിൽ ഡിഫൻസ് ആസ്ഥാനത്ത് നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരടങ്ങിയ ആദ്യ രക്ഷാസേനാ സംഘം ധോഫാർ ഗവർണറേറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഫീൽഡ് തലത്തിലുള്ള സജ്ജീകരണങ്ങൾ വിലയിരുത്താനും അടിയന്തര ഘട്ടങ്ങളിൽ അതിവേഗം പ്രതികരിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ മുൻകൂർ വിന്യാസം നടത്തിയിരിക്കുന്നത്. തീപിടുത്തം തടയൽ, ലാൻഡ് റെസ്ക്യൂ അഥവാ കരയിലെ രക്ഷാപ്രവർത്തനം, വാട്ടർ റെസ്ക്യൂ അഥവാ വെള്ളത്തിലെ രക്ഷാപ്രവർത്തനം, ആംബുലൻസ് സർവീസ് എന്നിവയിൽ അതീവ വിദഗ്ധരായ ഉദ്യോഗസ്ഥരാണ് ഈ പ്രത്യേക ഫോഴ്സിലുള്ളത്. ദുർഘടമായ മലനിരകളിലും വെള്ളച്ചാട്ടങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്താൻ കെൽപ്പുള്ള അത്യാധുനിക ഉപകരണങ്ങളും ജീവൻ രക്ഷാ വാഹനങ്ങളും പ്രത്യേക ഓപ്പറേഷൻ യന്ത്രങ്ങളും ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം പ്രതികരിക്കുന്നതിനേക്കാൾ അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അവ ഇല്ലാതാക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ സേനയ്ക്ക് നൽകിയിരിക്കുന്നത്. ധോഫാറിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നും റോഡ് മാർഗം എത്തുന്ന യാത്രക്കാർക്ക് പെട്ടെന്ന് സഹായം ലഭ്യമാകുന്നതിനായി പ്രധാന ഹൈവേകളിലെല്ലാം അത്യാധുനിക എമർജൻസി പോയിന്റുകൾ അതോറിറ്റി സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് അപകട സമയങ്ങളിൽ രക്ഷാപ്രവർത്തകർക്ക് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിനുള്ള സമയം വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഈ വർഷം മുതൽ കൂടുതൽ വിപുലമായ രീതിയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുന്നത്. ദക്ഷിണ ഷർഖിയ ഗവർണറേറ്റിലെ അൽ അഷ്ഖറ, അൽ വുസ്ത ഗവർണറേറ്റിലെ അൽ ജാസിർ, ധോഫാറിലെ ഷഹാബ്, അസൈബ്, ഹാരിത്ത് എന്നീ ജനപ്രിയവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ പുതുതായി ആംബുലൻസ്, സിവിൽ ഡിഫൻസ് സേവനങ്ങൾ വിശാലമാക്കിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തമായതും എന്നാൽ ചില സുരക്ഷാ വെല്ലുവിളികൾ നിറഞ്ഞതുമായ പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോലും കർശനമായ നിരീക്ഷണവും കാവലും ഏർപ്പെടുത്താൻ അതോറിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. യാത്ര സുരക്ഷിതമാക്കാൻ ഭരണകൂടം വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും സഞ്ചാരികളുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രതയും അത്യന്താപേക്ഷിതമാണെന്ന് സിവിൽ ഡിഫൻസ് അതോറിറ്റി ഓർമ്മിപ്പിക്കുന്നു. സലാലയിലേക്ക് റോഡ് മാർഗം യാത്ര തിരിക്കുന്നതിന് മുൻപ് വാഹനങ്ങളുടെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിരിക്കണം. വാഹനങ്ങളിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന അഗ്നിശമന ഉപകരണങ്ങളും പ്രഥമ ശുശ്രൂഷ കിറ്റുകളും കരുതേണ്ടതുണ്ട്. യാത്രക്കിടയിലെ വിശ്രമ കേന്ദ്രങ്ങളെക്കുറിച്ചും ഇന്ധന സ്റ്റേഷനുകളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. ഖരീഫ് സീസണിൽ ധോഫാറിലെ കടൽ തീരങ്ങളിൽ ശക്തമായ തിരമാലകളും അടിയൊഴുക്കുകളും ഉണ്ടാകാറുള്ളതിനാൽ അനുമതിയില്ലാത്ത സ്ഥലങ്ങളിലും വെള്ളച്ചാട്ടങ്ങളിലും പ്രകൃതിദത്ത നീരുറവകളിലും ഇറങ്ങി നീന്തുന്നത് കർശനമായി ഒഴിവാക്കണം. നനവുള്ളതും വഴുക്കലുള്ളതുമായ മലഞ്ചെരുവുകളിൽ കുട്ടികളെ തനിച്ചാക്കരുതെന്നും അവരെ എപ്പോഴും മുതിർന്നവരുടെ നിരീക്ഷണത്തിൽ നിർത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. സുരക്ഷിതമായ ഒരു വിനോദസഞ്ചാര സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ മാധ്യമ ബോധവൽക്കരണ ക്യാമ്പയിനുകളും ഇതിനോടകം നടക്കുന്നുണ്ട്. ഹോട്ടലുകളും മറ്റ് ടൂറിസം സ്ഥാപനങ്ങളും അഗ്നിശമന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കനത്ത പരിശോധനകളും നിയമ നടപടികളും ഉണ്ടാകും. സുരക്ഷ എന്നത് കേവലം ഒരു ഏജൻസിയുടെ മാത്രം ചുമതലയല്ല, മറിച്ച് ഓരോ സഞ്ചാരിയുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവോടെ വേണം നാം യാത്രകൾ ആസൂത്രണം ചെയ്യാൻ. അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പ്രകൃതിയുടെ ഈ പച്ചപ്പ് നിറഞ്ഞ വിസ്മയം പൂർണ്ണമായ സന്തോഷത്തോടെ അനുഭവിച്ചറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.